ശക്തി കാറിൽ നിന്നിറങ്ങിയതും വിധുവും ഉണ്ണിയും അവനോട് നടന്നതെല്ലാം പറഞ്ഞു. എന്നാൽ ഈ സമയം ആരുവും ചെപ്പും ക്യാമറ ചേട്ടന്മാരെ വായി നോക്കി നിന്നു. എന്നാൽ അവർ തിരിച്ചു നോക്കാൻ തുടങ്ങിയെന്ന് കണ്ടതും അവർ പിന്നെ അവരെ മൈൻഡ് ചെയ്യാതെ നിന്നു. ഡി ആരു, ശക്തി സാറിനെ നോക്ക്, ഇന്ന് മുടിഞ്ഞ ലുക്കാണല്ലോ ആള്. എന്നാ നീ അങ്ങനെ കെട്ടിക്കോ. എനിക്ക് നല്ല കട്ടത്താടിയുള്ള ആളെ മതി, മഹേഷ് ചേട്ടൻ്റെ പോലെ. എന്തായാലും ആ ചേട്ടനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാലും നിതച്ചേച്ചി എന്തിനാവും ആ ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടാകുക? ഇനി ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ആ ചേട്ടൻ്റെ ബൈക്കിൽ പോയതാണെങ്കിലോ? നമ്മൾ തെറ്റിദ്ധരിച്ചത് അവനും ചാൻസ് ഉണ്ട്. മുഹൂർത്തത്തിന് സമയത്തല്ലേ ഫോട്ടോ എടുക്കാൻ പോകുന്നത്? അത് ഞാൻ ഓർത്തില്ല. ശക്തി സാറ് കളിപ്പ് ലുക്കിലാണല്ലോ. എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടില്ലേ? അതുകൊണ്ടാവും. ഇനി ആര് സാറിന് ഈ ജീവിതം കൊടുക്കും? ഇത്രയ്ക്ക് സങ്കടമായെങ്കിൽ നീ ജീവിതം കൊടുത്തോ. അപ്പോൾ എൻ്റെ നീരവേട്ടൻ ഏട്ടൻ നല്ല പെൺകുട്ടിയെ ഞാൻ സെറ്റാക്കി കൊടുത്തോണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട. പോടി പെണ്ണെ, എനിക്കെൻ്റെ നീരവേട്ടൻ മതി. ഈ സമയം ശക്തി ഓഡിറ്റോറിയത്തിലെ ഒരു റൂമിലേക്ക് കയറിപ്പോയതും നിതയുടെ അച്ഛനും അമ്മയും ശക്തിയുടെ അച്ഛനും അമ്മയും ആരുവിൻ്റെ വീട്ടുകാരും റൂമിലേക്ക് പോയി. ഉണ്ണി, ശരിക്കും എന്താ സംഭവിച്ചത്? നിത ചേച്ചിക്ക് ആ ചേട്ടനെ ഇഷ്ടമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ അച്ഛൻ ആ ബന്ധത്തിന് സമ്മതിച്ചില്ല പോലും. അപ്പം ആ ചേച്ചി ആ ചേട്ടൻ്റെ കൂടെ മുമ്പ് പോകുമായിരുന്നില്ലേ? എന്തിനാ വെറുതെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്? ആർക്കറിയാം, ഏട്ടൻ നല്ല കളിപ്പഴാണ്. ഇനി എന്താവോ നടക്കാൻ പോകുന്നത്? എന്തായാലും മഹേഷ് ഏട്ടൻ പൊളിയാ. എന്ത് ഭംഗിയാ കാണാൻ. ആരായി മഹേഷ് ഏട്ടൻ? നിത ചേച്ചി ഒളിച്ചോടിയ ആള് ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ വളക്കാന്ന് വെച്ചതാ, പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. അല്ലാരു, ഒരു സംശയം. എന്താ ചെപ്പു? അല്ല, ഇനി ശക്തി സാറ് നിത ചേച്ചിയെ എന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. എന്നാൽ എനിക്ക് മഹേഷ് ഏട്ടനെ കിട്ടും. ശാപം. ദാ നീരവേട്ടൻ വരുന്നു. ഉണ്ണി കാര്യങ്ങൾ ചോദിക്ക്. ഏട്ടാ, വിവാഹം നടക്കോ? നിതയുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. എൻ്റെ ഈശ്വര, ചതിച്ചോ? എന്താ ആരു, എന്തു പറ്റി? പറ്റാനുള്ളതെല്ലാം പറ്റി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. യോഗമില്ല അമ്മണിയേ. ഇവളിത് എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്കൊരു സ്പാർക്ക്. ആരോടാ മോളെ? എന്താ ഇവൾ പറഞ്ഞ നീരവേട്ടൻ നടത്തി കൊടുക്കോ? കൊടുത്തിരിക്കും. എന്നാലേ നിത ചേച്ചിയുടെ ചെക്കിനെ പൊക്കിക്കൊണ്ട് വന്നു. അതെന്തിന്? ആ ചേട്ടനെയാ ഇവൾക്ക് സ്പാർക്ക് അടിച്ചത്. എന്നാ ഞാൻ അങ്ങോട്ട്. നീര് വേഗം ചാടി ഓടിപ്പോയതും ആരുവും ചെപ്പവും ചിരിച്ചു. ഉണ്ണിയും വിധവും കാര്യങ്ങൾ അറിയാൻ റൂമിൽ പോയതും ആരുവും ചെപ്പവും ഫോണിൽ റീൽസ് കണ്ട് സമയം നീക്കി. പെട്ടെന്ന് വാദ്യമേളങ്ങളുടെ ശബ്ദം കേട്ടതും ആരു തലപൊക്കി നോക്കി. ഡി, കല്യാണം മുടങ്ങിയതല്ലേ? പിന്നെന്താ ഇതൊക്കെ? ആർക്കറിയാം, ചിലപ്പോൾ ക്യാഷ് എണ്ണി വാങ്ങിയതുകൊണ്ട് അവൻ നടത്തുന്നതാണെങ്കിലോ? പക്ഷേ ഈ വിധുവും ഉണ്ണിയും നീരവേട്ടനും എന്താ ഇത്ര സന്തോഷത്തിൽ? അതുമാത്രം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഡാ ഉണ്ണി, എന്താ ഇവിടെ എന്താ നടക്കുന്നത്? എൻ്റെ ഏട്ടൻ്റെ കല്യാണം. ആരുമായിട്ട്? ഈ നിൽക്കുന്ന നമ്മുടെ ആരുമായിട്ട്. ഞാനോ? ആരു അലറി പറഞ്ഞതും അവളുടെ അമ്മ അവളെ വലിച്ചുകൊണ്ട് പോയി. ചെപ്പു പിന്നെ ഡോറയുടെ ബാക്കിൽ ബുജി പോകുന്ന പോലെ സന്തോഷത്തിൽ ചാടിത്തുള്ളി പോയി. ഈ സമയം ശക്തി ദേഷ്യത്തിൽ കണ്ണാടിയുടെ ചില്ല് അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരുന്നു. ആരുവിനെ അമ്മ വിളിച്ചുകൊണ്ട് പോയതും ചെപ്പു ചാടിത്തുള്ളി അവരുടെ ബാക്കിൽ പോയി. അമ്മേ, എന്നെ വിട്. നീ പോയി വേഗം ഈ സാരി മാറി വാ. എന്തിന്? ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞത് നീ കേട്ടതല്ലേ? അമ്മ, എനിക്ക് സമ്മതമല്ലേ ഈ വിവാഹത്തിന്? അതിന് ഞാൻ നിന്റെ സമ്മതം ചോദിച്ചോ? ഇല്ല. എന്നാ പോയി മാറ്. അച്ഛാ, മോളെ വേഗം മാറിക്കോ, അല്ലെങ്കിൽ അമ്മ ടെറർ മൂടാവും. എന്നോടൊപ്പം സമ്മതം ചോദിക്കുന്നില്ല നിങ്ങൾ ആരും. മോള് സമ്മതിക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാ ചോദിക്കുന്നത് മോളെ? നല്ല ബെസ്റ്റ് അച്ഛൻ. എന്താ ആരും ആലോചിച്ച് നിൽക്കുന്നത്? എന്നെ കൊലക്ക് കൊടുക്കാൻ എന്താ അമ്മയ്ക്ക് ഇത്ര ധൃതി? ആൻറ്റി, ഞാൻ ഇവളെ റെഡിയാക്കിക്കൊണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. ഡി ദുഷ്ടേ, നീയോ അവർക്കൊപ്പം. എന്നാൽ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ, അപ്പോഴേക്കും റെഡിയാവ്. അത് ഞാൻ ഏറ്റു ആൻറ്റി. ഡി ആരു, ഈ സാരി ഉടുക്ക്. നീ തന്നെ എടുത്തോ, എനിക്ക് വേണ്ട. ഡി, നീ ഇങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കാതെ. നിനക്കൊരു നല്ല അവസരമല്ലേ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ. എന്തവസരം? ഡി പൊട്ടി. സോറി, ക്ഷമിക്ക്. നീ എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ പറഞ്ഞു തുലക്ക്. ഡി, നീ ശക്തി സാറിനെ കെട്ടിയ ആർക്കാ ഗുണം? ആർക്കാ? നിനക്ക്. മനസ്സിലായില്ല. നിനക്ക് സാറിനോട് ദേഷ്യമല്ലേ? അതെ. അപ്പം ഇനി കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഇത്ര നാളും തന്ന പണി തിരിച്ചു കൊടുത്തൂടെ? ആര് ചോദിക്കാനും വരില്ല. ശക്തി സാറിനെ കൊണ്ട് ക്ഷാഞ്ഞൊക്കെ നമുക്ക് മൂക്ക് കൊണ്ട് വരപ്പിക്കാടി. അത് നല്ല ഐഡിയ ആണല്ലോ. അതാ ഞാൻ പറഞ്ഞത്.
ഔ രക്ഷപ്പെട്ടു, ചെപ്പു മനസ്സിലോർത്തു. എന്ന വേഗ സാരി താ, ഞാൻ പോയി മാറട്ടെ. ദാ കൊണ്ടുപോ. എൻ്റെ ഈശ്വര, ഞാൻ പറഞ്ഞതെല്ലാം പൊട്ടി വിശ്വസിച്ചു. പാവാരു, അവൾ അറിയുന്നുണ്ടോ അവൾക്കാണ് ശക്തി സാറിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടാൻ പോകുന്നതെന്ന്? ഇനി സാറും അവളും കൂടെ യുദ്ധം നടക്കും, അതുറപ്പാ. ആരു പിന്നെ വേഗം സാരി മാറി വന്നതും ചെപ്പും ബ്യൂട്ടീഷ്യൻ ചേച്ചിയും ഒക്കെ ഒരുക്കി. ആരുവിനെ മുൻപിൽ സ്വർണം എടുത്തു വെച്ചത് കൊണ്ട് അത് അവളെ വീട്ടുകാർ അണിയിപ്പിച്ചു. ഈ സമയം ശക്തിയെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു നീരവ്. ഡാ ശക്തി, എന്താ നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ തന്നെയല്ല ആരുവിനെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞത്. അത് അമ്മയുടെ ആത്മഹത്യ ഭീഷണിക്ക് മുൻപിൽ ഞാൻ പെട്ടുപോയതുകൊണ്ടല്ലേ. അപ്പോൾ ഇനി ദേഷ്യം കാണിച്ചു നിന്നിട്ടെന്താ കാര്യം? ഈ വിവാഹം നടക്കും, അതുപോലെ 6 മാസം കഴിഞ്ഞ ഡിവോഴ്സും. വിവാഹം കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപ് ഡിവോഴ്സ് വരെ എത്തി കാര്യങ്ങൾ. ഏട്ടാ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു, സമയമായി. ഉണ്ണി വന്ന് പറഞ്ഞു. നിങ്ങൾ പൊക്കോ, ഞാൻ കൊണ്ടുവരാം. വാടാ. നീരവ് ശക്തിയെ വലിച്ചു നടന്നതും അവൻ ദേഷ്യത്തിൽ അവന് പുറകെ നടന്നു. അവനെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയതും അവൻ ദേഷ്യം നിയന്ത്രിച്ചിരുന്നു. ഈ സമയം ആരുവിനെ ചെപ്പും അമ്മമാരും കൂടെ കൊണ്ടുവന്നു. ശക്തി അവൾ നടന്നു വരുന്നത് കണ്ടതും കണ്ണു മാറ്റാതെ അവളെ നോക്കി. പിന്നെ എന്തോ ഓർത്ത പോലെ മുഖം തിരിച്ചു. ഡി ചെപ്പു, എന്താ? എനിക്ക് പേടിയാവുന്നു. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. ഡി, ആ ചൂടൻ ദേഷ്യത്തിൽ നോക്കുന്നു. എന്നാ നീയും തിരിച്ചു നോക്ക്. അല്ല പിന്നെ. ചെപ്പു പറഞ്ഞു കേട്ടതും ആരുവിൻ്റെ മുഖത്തേക്കും ശക്തിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എൻ്റെ ഈശ്വര, ഇവരിപ്പോൾ തന്നെ യുദ്ധം തുടങ്ങുമോ? കാത്തു രക്ഷിക്കണേ എൻ്റെ ഈശ്വര. ആരുവിനെ ശക്തിയുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയതും ദേഷ്യത്തിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പിന്നെ മുഹൂർത്തത്തിന് സമയമായതും ശക്തിയുടെ പേരുള്ള താലി ആരുവിൻ്റെ കഴുത്തിൽ വീണു. ഇത് നിന്റെ കൊലക്കയറ മോളെ, പൊട്ടി. ശക്തി അവളുടെ കാതിൽ പറഞ്ഞു നിർത്തിയതും അവൾ പറഞ്ഞത് കേട്ട് അവൻ അന്തം വിട്ട് അവളെ നോക്കിയിരുന്നു. അവൻ 2 പല്ലും കാടി ചിരിച്ചു കൊടുത്തതും അവൻ സിന്ദൂരം അവളുടെ നെറ്റിയിൽ ചാർത്തി. പിന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങിയതും 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. നീരവ് ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വന്നതും അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. ശക്തിയും ആരുവും ഇരുന്നതും നീരവും ചെപ്പവും ഇരുന്നു. പിന്നെ ഫുഡ് വിളമ്പി തുടങ്ങിയതും ആരുവും ചെപ്പവും പോളിങ് തുടങ്ങി. അവർ കഴിക്കുന്നത് കണ്ട് ശക്തിയും നീരവും തലക്ക് കൈവച്ചിരുന്നു. ചേട്ടാ സാമ്പാർ, ദാ മോളെ. ഏട്ടാ പപ്പടം, അവിയൽ. മതി, നീ കഴിച്ചത്, എഴുന്നേൽക്ക്. എനിക്ക് മതിയായില്ല. ഇത്രയും കഴിച്ചതും മതി. ഇതും പറഞ്ഞ് ശക്തി ആരുവിൻ്റെ കൈ പിടിച്ചെഴുന്നേറ്റതും ആരു ചെപ്പുവിനെ നോക്കി. നീരവേട്ട, അവളെ എഴുന്നേൽപ്പിക്ക്. ചെപ്പു എഴുന്നേൽക്ക്. നീരവേട്ടൻ എഴുന്നേറ്റോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. കുറച്ച് കഴിഞ്ഞെന്ന് പറയുമ്പോൾ 1/2 മണിക്കൂർ. ചി, എഴുന്നേൽക്കടി. നീരവ് ടെറർ മൂടായതും ചെപ്പു ചാടി എഴുന്നേറ്റ് ആരുവിൻ്റെ അടുത്തേക്ക് ഓടി. ഡി ആരു, നീയും വന്നോ? സമാധാനമായി. പൊടി. അല്ല, എന്താ നിന്റെ കയ്യിൽ? കായ വറുത്തതും ശർക്കര വരട്ടിയും. ദാ നീയും എടുത്തോ. പിന്നെ അവർ അത് തിന്നു കഴിഞ്ഞ് തിരിച്ചു നോക്കിയതും അവർ അച്ഛനമ്മമാരെ കണ്ട് ഇളിച്ചു നിന്നു. ആരുവിൻ്റെ അമ്മ പിന്നെ ശക്തിയെ ദയനീയമായി നോക്കി. പിന്നെ അവിടെ നിന്നിറങ്ങിയതും ശക്തിയുടെ വീട്ടിലേക്ക് പോയി. ആ സമയമെല്ലാം ചെപ്പു അവിടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. റിസപ്ഷൻ വേറെ ദിവസമാണ് മുൻപ് തീരുമാനിച്ചത് കൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. എല്ലാവരും മടങ്ങിപ്പോയതും ആരു ഉണ്ണിയോട് സംസാരിച്ചിരുന്നു. പെട്ടെന്ന് അമ്മ പാലുകൊണ്ട് വന്നതും അവൾ നിന്ന് വിയർത്തു. ഉണ്ണി ഇളിച്ചു കാണിച്ചു അവിടുന്ന് മുങ്ങി. അമ്മ അവളെ ശക്തിയുടെ റൂമിൻ്റെ അടുത്ത് വരെയാക്കി. അമ്മ താഴേക്ക് നടന്നു. ആരു പേടിച്ച് റൂം തുറന്നുള്ളിൽ കയറിയതും ഞെട്ടി നിന്നു. അവിടുത്തെ അവസ്ഥ കണ്ട് ചിരിയും കരച്ചിലും അവളെ വന്ന് മൂടിയിരുന്നു. എൻ്റെ ഈശ്വര, ഈ റൂം എന്താ ഇങ്ങനെയെല്ലാം വലിച്ചു വാരിട്ടിരിക്കുന്നേ? ചൂടനിത് ശരിയാക്കി പിടിച്ചു വരുമ്പോഴേക്കും നേരം വെളുക്കും. അല്ല, ഇതെല്ലാം വലിച്ചു വാരിട്ടി ആ ചൂടന് മാത്രം കാണുന്നില്ലല്ലോ. ആ ബാൽക്കണി തുറന്ന് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ടാവും. ആരു പാൽ ഗ്ലാസ് വെച്ച് അവിടെ വെച്ച് ബാൽക്കണിയിലേക്ക് പോയി നോക്കിയതും കാണുന്നത് കുടിച്ചാടിയാടിയിരിക്കുന്ന ശക്തിയെയാണ്. അത് ശരി, ഇവിടെ ഇതായിരുന്നു പരിപാടി. ഇപ്പം ശരിയാക്കി തരാം. ഡോ ചൂടാ, എഴുന്നേറ്റേ. എൻ്റെ കയ്യിൽ നിന്ന് പിടിവിടടി. തന്നെ പിടിക്കാനുള്ള പൂതി കൊണ്ട് പിടിക്കുന്നതല്ല. താൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് റൂം ക്ലീനാക്ക്. എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല. അത് വലിച്ചിടുമ്പോൾ ആലോചിക്കണമായിരുന്നു സ്വയം തന്നെ ചെയ്യണമെന്ന്. പോയി ശരിയാക്കിടെ റൂം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോയി ശരിയാക്കിട്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയും. അതെ, എൻ്റെ റൂമാ, ഈ വൃത്തിയെ കിടന്നാൽ മതി. കുടിച്ച് ലെക്ക് കെട്ടിരിക്കുക കാലൻ. ഇയാളെ കൊണ്ട് എങ്ങനെ റൂം വൃത്തിയാക്കിപ്പിക്കും? ഡി, എന്താടാ നീ എന്താ എൻ്റെ റൂമിൽ? ഇന്നു മുതൽ ഞാൻ ഇവിടെയാ. അല്ല, കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും മാഷിനറിയില്ലേ?
അത് ശരി, അപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവൾ ആരാധ്യ. ഇതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ആടി ആടി വന്നതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ഡോ, പോയി റൂം ക്ലീൻ ചെയ്യ്, എനിക്ക് ഉറക്കം വരുന്നു. പൂടി, ഇയാളെ ഞാൻ. ഇങ്ങോട്ട് വാടോ. എൻ്റെ കൈവിട്. സൗകര്യമില്ല, മര്യാദക്ക് എൻ്റെ കൂടെ വാ. ഇതും പറഞ്ഞ് അവൾ അവനെ വാഷ്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ താഴെ ശക്തിയെ നിർത്തി. എൻ്റെ ഈശ്വര, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, ആരു മനസ്സിലോർത്തു. പെട്ടെന്ന് ശക്തി അവളെ പിടിച്ചു വലിച്ചതും അവൻ്റെ കൂടെ അവളും നനഞ്ഞു. അവൾ കുതറി മാറാൻ നോക്കിയെങ്കിലും അവൻ വിടാതെ പിടിച്ചു നിർത്തി. ഡോ ചൂടാ, എൻ്റെ കയ്യിൽ നിന്ന് വിട്. നീ ആരോട് ചോദിച്ച എന്നെ നനച്ചത്? വിടടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇല്ലെങ്കിൽ. പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കടിച്ചതും അവൻ അവളെ പിടിച്ച് തള്ളി. ഡീ, എന്നോട് കളി വേണ്ട ചൂടാ, എനിക്കും തിരിച്ച് പണി തരാൻ അറിയും. ദാ, ഇവിടെ നിന്ന് ഇറങ്ങി എനിക്കും ഡ്രസ്സ് മാറ്റണം. ആരും അത് പറഞ്ഞതും ഇറങ്ങി ഡ്രസ്സ് വേറെ എടുത്ത് കയറി. ഡോ, ഇറങ്ങ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം ഞാനെങ്ങനെ മാറും? ഇവിടെ നിന്ന് മാറിക്കോ. കൊച്ചു കള്ളൻ, ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതേ കാണാനാണോ നിന്നത് എന്ന് പറയണ്ടേ? ഇത് പറഞ്ഞ് ആരും സാരി അഴിക്കാൻ പോലെ ആക്കിയതും ശക്തി അവിടെ നിന്നും ജീവനം കൊണ്ടോടി. ഈ സമയം ആര് വാതിലടച്ച് പൊട്ടിച്ചിരിച്ചു. എനിക്കറിയാമായിരുന്നു ചൂട ഒന്ന് പേടിപ്പിച്ചാൽ ഇവിടെ നിന്ന് വാലും പൊക്കി ഓടുമെന്ന്. അതെന്തായാലും കണ്ടു. പിന്നെ അവൾ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു നിന്നു. ശക്തി ഈ സമയം ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഛേ, അവൾക്ക് തീരെ നാണവും മാനവും ഇല്ലേ? ഇല്ല. ആരും ഇത് പറഞ്ഞിറങ്ങി വന്നതും വിളിച്ചു നിന്നു. അല്ല, എന്താ വേഗം ഇറങ്ങി ഓടിപ്പോന്നത്? നിന്നോട് സംസാരിക്കാനുള്ള മൂഡിലല്ല ഞാൻ, നീ പോവാൻ നോക്ക്. ആരും പിന്നെ അവനെ ശ്രദ്ധിക്കാതെ സോഫ വൃത്തിയാക്കി അതിൽ കിടക്കാൻ പോയതും ശക്തി അതിൽ ചാടിക്കിടന്നു. ഡു ചൂടാ, എഴുന്നേൽക്ക്, ഇവിടെ എനിക്ക് കിടക്കണം. പോയി നിലത്ത് കിടക്കടി. നിലത്തും ബെഡിലും താൻ എന്തൊക്കെയാ പൊട്ടിച്ചിരിക്കുന്നത്? അവിടെ ഒന്നും എനിക്ക് കിടക്കാൻ പറ്റില്ല. എന്നാ നിന്റെ വീട്ടിൽ പോയി കിടക്ക്. ഇതും പറഞ്ഞ് ശക്തി കണ്ണടച്ച് കിടന്നതും ആരും പൗഡർ ടിൻ കയ്യിലെടുത്ത് അവൻ്റെ മേലേക്കിട്ട് ശക്തിയെ ദേഷ്യത്തിൽ നോക്കി നിന്നു. ആരു ശക്തിയുടെ മേത്തേക്ക് പൗഡർ ഇട്ടതും ശക്തി ചാടി എഴുന്നേറ്റു. ഡി, എന്താടി ചെയ്തത്? ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കണ്ടൂടെ? ദേഷ്യത്തിൽ ശക്തി അവളെ തല്ലാനായി കൈ ഉയർത്തിയതും പെട്ടെന്ന് ചൊറിയുന്നത് പോലെ തോന്നിയതും അവൻ കൈ താഴ്ത്തി കൈയിൽ ചൊറിഞ്ഞു. ഈ സമയം അടി വരുന്നത് കണ്ട് കണ്ണടച്ചെന്ന് ആരും ഒറ്റ കണ്ണ് തുറന്ന് ശക്തിയെ നോക്കി. ഈ ചൂടൻ എന്താ ചൊറിഞ്ഞു നിൽക്കുന്നത്? ഡോ ചൂടാ, നിങ്ങൾക്ക് എന്തു പറ്റി? ഈ കുപ്പിയിൽ പൗഡർ തന്നെ ആയിരുന്നു, അതോ നീ എനിക്ക് പണി തരാൻ എന്തെങ്കിലും ഇട്ടിരുന്നു അതിൽ? അങ്ങനെ ഞാൻ ചെയ്തോ ഭർത്തു? പിന്നെന്താടി എനിക്ക് മേല് മൊത്തം ചൊറിയുന്നത്? അത് നിങ്ങൾ കുളിക്കാത്തത് കൊണ്ടാവും. നിന്നെ ഞാൻ. എൻ്റെ ചൂടാ, സത്യമായിട്ടും ഞാനിതിലൊന്നും ഇട്ടിട്ടില്ല. എന്നെൻ്റെ സംശയമൊന്ന് തീർക്കണം. അതുകൊണ്ട് പെട്ടെന്ന് അവളെ പിടിച്ച് മുറുക്കെ കെട്ടിപ്പിടിച്ചതും അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതറി. അയ്യോ, നാട്ടുകാരെ ഓടിവാ, ഇയാളെന്നെ കയറി പീഡിപ്പിക്കുന്നു. പെട്ടെന്ന് അവൻ അവളെ വിട്ട് അകന്നു നിന്നതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താ പട്ടി ചെയ്തത്? എൻ്റെ ദേഹത്ത് മൊത്തം പൗഡറായി. നിനക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല? എനിക്ക് നിങ്ങളെപ്പോലെ ചൊറിയൊന്നുമില്ല. പെട്ടെന്ന് അവൾക്കും ചൊറിയാൻ തുടങ്ങിയതും അവൾ മാന്തി തുടങ്ങി. എന്തു പറ്റി? എനിക്ക് ചൊറിയുന്നു. അപ്പം നീയും കുളിച്ചില്ലേ? അതിനവളും ദേഷ്യത്തോടെ നോക്കി. അയ്യോ, എനിക്കും ചൊറിയുന്നു. ഞാൻ ഉണ്ണിയെ വിളിച്ചു വരാം, അല്ലെങ്കിൽ ചൊറിഞ്ഞു ചാവും. വേഗം പോയി വാ. ഈ സമയം ഉണ്ണി സുഖമായി ഉറങ്ങുമ്പോഴാണ് ശക്തി തട്ടി വിളിച്ചത്. എന്താ ചേട്ടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഡാ, ഇവിടെ ചൊറിച്ചിലിനുള്ള മരുന്നുണ്ടോ? അപ്പം നിങ്ങൾ പൗഡർ ഇട്ടോ? എന്താടാ നീ പറഞ്ഞത്? അത് പിന്നെ പറയടാ, നീയാണോ അതിൽ പൗഡർ മാറ്റിയത്? ഞാനും ബാക്കി ഫ്രണ്ട്സും കൂടി ചെറിയൊരു പണി ഏട്ടന് തരാൻ, പക്ഷെ നാളെ രാവിലെ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോൾ എന്തിന് രാത്രി പൗഡർ ഇട്ടു? ഡാ പട്ടി. പെട്ടെന്ന് ആരും അലറി വിളിച്ചതും ഉണ്ണിയുടെ മേത്തേക്ക് ചാടിയിരുന്നതും അവൻ അവളെ പേടിയോടെ നോക്കി. നിനക്ക് എന്തു പറ്റി ആരു? നീ സന്തോഷിക്കുകയല്ല വേണ്ടത്. ചൂടന് പണി കിട്ടിയില്ലേ? എന്നോട് നിനക്കൊരു വാക്ക് പറയാമായിരുന്നു മുൻപ്. അത് നിനക്കൊന്നും പറ്റില്ലല്ലോ. എൻ്റെ കയ്യിൽ നോക്കടോ പൊട്ടി. അപ്പം നിനക്കും പണി കിട്ടിയോ? കിട്ടി, നോക്ക്. എന്താ ഇവിടെ? അമ്മ, അച്ഛ, നിങ്ങളെന്താ ഇവിടെ? ആരുവിൻ്റെ അലറി കേട്ട് വന്നതാ. എന്താ മോളെ, എന്തു പറ്റി? നിങ്ങളെന്താ ഉണ്ണിയുടെ റൂമിൽ? ശക്തി എല്ലാം പറഞ്ഞതും ഉണ്ണിയെ ദേഷ്യത്തിൽ നോക്കി ആരുവിനും ശക്തിക്കും മരുന്ന് തേച്ചു കൊടുത്തു. മോളെ, ഇപ്പം എങ്ങനെയുണ്ട്? കയ്യിൽ മൊത്തം ചൊറിച്ചിലുള്ളൂ, ശരീരത്ത് മാത്രമില്ല. ശക്തി, നിനക്കോ? കുഴപ്പമില്ല. എന്ന് നിങ്ങൾ ആ റൂമിൽ കിടക്കേണ്ട, ഗസ്റ്റ് റൂമിൽ കിടന്നു. അമ്മയും അച്ഛനും അവരെ ആക്കി പോയതും ആരും ശക്തിയും പിന്നെ അടികൂടാൻ നിൽക്കാതെ കിടന്നു. ഉണ്ണി ഈ സമയം നാളെ ശക്തിയുടെ കയ്യിൽ നിന്നും ആരുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നതോർത്ത്
പേടിയോടെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാവിലെ ശക്തി എഴുന്നേറ്റതും ആരുവിൻ്റെ ബാക്ക് നോക്കി ചവിട്ടി. അവൾ താഴെ വീണതും ശക്തി അവളെ പുച്ഛിച്ച് ചിരിച്ച് താഴേക്ക് നടന്നു. ആരു പിന്നെ ഒരുവിധം എഴുന്നേറ്റ് എന്തൊക്കെയോ തീരുമാനിച്ച് കുളിച്ച് താഴേക്ക് ഇറങ്ങി. അമ്മയെ കഴിക്കാൻ എടുത്തു വെക്ക്. ശക്തി, നിങ്ങൾ അമ്പലത്തിൽ പോയി വാ, അപ്പോഴേക്കും റെഡിയാവും. എനിക്ക് കോളേജിൽ പോകണം, ഞാൻ ഇറങ്ങാൻ പോവുക. ഇന്ന് പോകണം മോനെ, കല്യാണം ഇന്നലെയല്ലേ കഴിഞ്ഞത്. ഞാൻ പോകും അമ്മ, എന്ന് ഞാനും. മോൾ ഇന്ന് പോണ്ട. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ശക്തി ഒന്നുകൂടെ ആലോചിച്ചു. അവനൊന്നും പറയാതെ ഫോൺ എടുക്കാൻ റൂമിലേക്ക് പോയതും ആരും അവൻ്റെ ബാക്കിൽ പോയി. അവൻ കോളേജിലേക്ക് ഇറങ്ങാനായി റൂമിൽ നിന്ന് കടക്കാൻ നിന്നതും ആരും അവനെ കെട്ടിപ്പിടിച്ച് ലിപ് ലോക്ക് ചെയ്തു. ഈ സമയം ഉണ്ണിലായി വായി കണ്ട് ബോധം കെട്ട് വീണു.